ഇന്ത്യയിലേക്ക് വരാനിരുന്ന വിമാനത്തിന് നേരെ അമേരിക്കയുടെ വ്യോമാക്രമണം. മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിക്കാൻ ന്യൂഡൽഹിയിലേക്ക് പുറപ്പെടാനിരുന്ന ഇറാൻ വിമാനമാണ് ആക്രമിക്കപ്പെട്ടത്. ഈ നടപടിയെ ഒരു യുദ്ധക്കുറ്റം എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ സ്വകാര്യ വിമാന കമ്പനിയായിട്ടുള്ള മഹാൻ എയറിന്റെ വിമാനമാണ് അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നത്. ഞായറാഴ്ച ഇറാനിലെ മഷ്ഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. ഏപ്രിൽ 1 ന്യൂഡൽഹിയിലെത്തി യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള മരുന്നുകളും മറ്റു സഹായങ്ങളും കൊണ്ടുപോകാനായിരുന്നു ഈ വിമാനം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഈ വ്യോമാക്രമണത്തെക്കുറിച്ച് അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിലെ ഈ രൂക്ഷമായിട്ടുള്ള സംഘർഷം ഇന്ത്യക്കാരെയും സാരമായി ബാധിക്കുകയാണ്. മേഖലയിലെ വിവിധ സംഭവങ്ങളിലായി ഇതുവരെ 8 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും ഒരാളെ കാണാതായിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്ന ഒരു ആക്രമണത്തിലും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ അറിയിച്ചു. മരിച്ചയാളുടെ കുടുംബത്തെ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പ്രാദേശിക അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിനിടെ ഒരു ആശ്വാസ വാർത്തയുമുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000-ഓളം ഇന്ത്യക്കാരെ ഇതിനകം സുരക്ഷിതമായി മേഖലയിൽ നിന്ന് മാറ്റാൻ സാധിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ മിഷന്റെ സഹായത്തോടെ 717 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1043 ഇന്ത്യക്കാരാണ് ഇതുവരെ നാട്ടിൽ തിരിച്ചെത്തിയത്. ഫെബ്രുവരി 28 ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളോടെ ആരംഭിച്ച ഈ യുദ്ധം ഇപ്പോൾ 30 ദിവസം പിന്നിടുകയാണ്. 3000-ലധികം ആളുകളാണ് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടത്. ലോകത്തിലെ 20% എണ്ണ വ്യാപാരം നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണവും ചെങ്കടലിലെ ഹൂത്തി വിമതരുടെ ഭീഷണിയും ആഗോള സമ്പദ് വ്യവസ്ഥയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഓരോ ദിവസവും കഴിയുമ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.